ശ്രീകുമാർ ചേരുന്നുണ്ട്. എൻ ശ്രീകുമാർ, പല ഘട്ടങ്ങളിലും നമ്മൾ ഈ KPCC അധ്യക്ഷനെ മാറ്റുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളപ്പോഴൊക്കെ അപ്പോഴൊക്കെ അഭ്യൂഹങ്ങളായി മാത്രം നിലനിൽക്കുകയും പക്ഷേ ഇന്ന് കുറച്ചുകൂടി ആ കാര്യങ്ങളത്തേക്ക് അടുക്കുന്നു എന്ന് നമുക്ക് തോന്നൽ വരുത്തുന്ന തരത്തിൽ, കാരണം നേതൃയോഗത്തിൽ പങ്കെടുക്കാതെ ഹൈക്കമാൻഡുമായി ചർച്ച നടത്തി തിരിച്ചു വരുന്നു. അതിനുശേഷം മാധ്യമങ്ങളുള്ള പ്രതികരണത്തിലൊക്കെ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ മാറാം എന്ന ഒരു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ നമുക്കത് പ്രതീക്ഷിക്കാമോ? അല്ല, KPCC പ്രസിഡന്റ് ആര് വേണമെന്ന് തീരുമാനിക്കുന്നത് പതിവ് പോലെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ആണെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പക്ഷെ കേരളത്തിൽ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ പാർട്ടിയെ ഒന്നുകൂടെ ഊർജ്ജസ്വലമാക്കുക എന്ന് വെച്ചാൽ KPCC പ്രസിഡന്റ് മാറിയ ഊർജ്ജസ്വലമായി എന്നല്ല അതിന്റെ അർത്ഥം. പക്ഷെ സാധാരണത്തിൽ ഏത് സംഘടനയും അവരുടെ സംഘടനാ തലപ്പത്ത് മാറ്റം വരുത്തുമ്പോൾ ആ പുതിയതായി വരുന്ന ആൾക്ക് ഒരു ആവേശം കൂടുതലുണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ KPCC പ്രസിഡന്റിനെ പുതിയതായി കണ്ടെത്താൻ ഹൈക്കമാൻഡ് ശ്രമിക്കുന്നുണ്ടായിരിക്കും. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ ശ്രീ സുധാകരൻ പറഞ്ഞത് അദ്ദേഹത്തോട് മാറാൻ ആവശ്യപ്പെട്ടാൽ അദ്ദേഹം മാറും എന്നാണ്. അപ്പൊ അതിൽ നിന്നും പക്ഷെ അങ്ങനത്തെ ചർച്ച നടന്നു കാണാം. അങ്ങനെ ചർച്ച നടക്കുന്നുണ്ടെങ്കിൽ അത് പുതുമയുള്ള കാര്യമില്ല. കാരണം KPCC പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹമായിട്ട് 4-5 വർഷം ആറായി. നന്നായിട്ട് സംഘടന നയിക്കുകയും ചെയ്തു. അദ്ദേഹം വന്ന ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം പാർട്ടി ജയിച്ചു. അപ്പൊ KPCC പ്രസിഡന്റിനെ നോക്കിയിട്ടല്ല ജനം വോട്ട് ചെയ്യുന്നത് എന്ന് വ്യക്തമാണ്. പക്ഷേ സംഘടനാപരമായ ചില കാര്യങ്ങൾക്ക് ഒരു പുതിയ ചലനം ഉണ്ടാക്കണമെങ്കിൽ സാധാരണഗതിയിൽ ഏത് പാർട്ടിയും സ്വീകരിക്കുന്ന ഒരു നിലപാടാണത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു പുതുമ അവിടെ വരുന്ന ആൾക്ക്, ആരാണോ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത്, അയാൾക്ക് അയാളുടേതായ ചില ആശയങ്ങളും അതുപോലെ തന്നെ ചില പ്രായോഗികമായ ചില കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ 2-3 പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അവരെ ക്രൈസ്തവ സമുദായവുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. അത് നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തില് കോൺഗ്രസ് രാഷ്ട്രീയം അറിയുന്നവർക്കൊക്കെ അങ്ങനെയൊക്കെ പറയുന്നതിൽ വിരോധമൊന്നുമില്ല. പക്ഷെ അതിലിപ്പോ നായരോ നമ്പൂതിരിയോ ഈഴവനോ മുസ്ലിമോ ക്രിസ്ത്യാനോ ആര് വേണമെങ്കിൽ ആ സ്ഥാനത്തേക്ക് വരാം. അതിനൊന്നും പുതുമയുള്ള കാര്യമില്ല. കാരണം മുൻകാലങ്ങളിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം നടന്നിട്ടുണ്ട്. അന്ന് മത്സരം നടക്കുമ്പം AK ആന്റണിയും വയലാർ രവിയും തമ്മിൽ മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ മത്സരിച്ചപ്പോൾ ആന്റണി തോറ്റു, വയലാർ വിജയിച്ചു. പക്ഷെ അത് ഈഴവ ക്രിസ്ത്യൻ മത്സരമായിട്ടൊന്നും ആരും അന്ന് പറഞ്ഞിരുന്നില്ല. അതൊക്കെ മാധ്യമങ്ങൾ ഇങ്ങനെ അവരുടെ ഒരു രാഷ്ട്രീയ നിഗമനം വെച്ചുകൊണ്ട് പറയുന്നതാണ്. കാരണം UDF കൺവീനർ മുസ്ലിമാണ്, പ്രതിപക്ഷ നേതാവ് നായരാണ്, വർക്കിംഗ് കമ്മിറ്റി അംഗം നായരാണ്, അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയായ ഒരാള് പ്രസിഡന്റായിട്ട് വരട്ടെ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയൊക്കെ ആയിരിക്കാം അതിന്റെ പിന്നില്. പക്ഷെ ആരെയാണ് പ്രസിഡന്റ് ആക്കുക എന്നുള്ളത് വ്യക്തമല്ല. ഒരുപാട് പേര് പ്രസിഡന്റ് ആവാൻ യോഗ്യരായിട്ട് കേരളത്തിൽ പോയി ഒരു 4-5 പേരെങ്കിലും പെട്ടെന്ന് പറയാവുന്നവരുണ്ട്. ബെന്നി ബെഹന്നാനുണ്ട്, KC ജോസഫ് ഉണ്ട്, VPC വിഷ്ണുനാഥ് ഉണ്ട്, അതുപോലെ ഈ കേൾക്കുന്ന സണ്ണി ജോസഫ്, ആന്റണി, ഇവരൊക്കെ ഉണ്ട്. 4-5 പേര് അങ്ങനെ പെട്ടെന്ന് എടുത്തു പറയാവുന്നവരുണ്ട്. അപ്പൊ അത് ആരെയാണ് പ്രസിഡന്റായി നിയമിക്കുക എന്നുള്ളത് വ്യക്തമല്ല. പക്ഷെ ഒരു പ്രസിഡന്റായിട്ട് ഒരാൾ പുതിയതായിട്ട് വരുന്നത് പാർട്ടിക്ക് ഈ ഇലക്ഷൻ കാലത്ത് ഒരു പുതിയ ശൈലി, ഇപ്പോൾ ഉള്ള ആളുടെ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ ശൈലിക്ക് പറ്റുമെന്ന് ഹൈക്കമാൻഡിന് തോന്നുകയാണെങ്കിൽ അവരങ്ങനെ ചെയ്യും. അത് കോൺഗ്രസിന്റെ ഒരു തീരുമാനം സാധാരണ അങ്ങനെയാണ്. അത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുക. നമ്മുടെ ഇവിടെ ഇലക്ഷൻ കുറെ കാലമായിട്ട് കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് നടക്കാറില്ല. KPCC തെരഞ്ഞെടുപ്പ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടക്കാറില്ല, AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്നതുപോലെ. അപ്പൊ അതുകൊണ്ട് ഹൈക്കമാൻഡ് തീരുമാനം എടുക്കുമോ എന്നുള്ളത് കാത്തിരിക്കാനേ പറ്റുള്ളൂ. എടുക്കാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. ശ്രീകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വരാൻ പോകുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പുമാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ വലിയ ഇലക്ഷനിലേക്കും കൂടി പോകുമ്പോൾ വളരെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ല, എല്ലാ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. BJPയിൽ പുതിയ അധ്യക്ഷൻ വന്നു കഴിഞ്ഞു, ഇത്തരത്തിലാണ് അവിടെ നീക്കങ്ങൾ നടത്തുക എന്നുള്ളത് വളരെ നിർണായകമാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നുണ്ട്. പല രീതികളിലും കോൺഗ്രസ് അതിനെ ചെറുക്കാൻ ശ്രമിക്കുന്നു. അതായത് കോൺഗ്രസിന് വലിയ അനുകൂലമായ ഒരു സാഹചര്യം പ്രത്യേകിച്ച് കേരളത്തിലും മാത്രമല്ല കേന്ദ്രത്തിൽ പോലും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ K സുധാകരന് കീഴിൽ ഇത് മുന്നോട്ട് പോകില്ല എന്ന ഒരു ധാരണയുണ്ടോ? അത്തരം തീരുമാനങ്ങൾ ഹൈക്കമാൻഡ് എടുക്കുന്നുണ്ടോ?
അല്ല, അത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞല്ലോ, കെ സുധാകരനെ മാറ്റി KPCC പ്രസിഡന്റിനെ നോക്കിയിട്ടല്ലല്ലോ ആളുകൾ വോട്ട് ചെയ്യുക. ഞാൻ അതാണ് ആവർത്തിക്കുന്നത്. അതായത് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരാളെ പുതിയതായി നിയമിക്കുന്നത് സംഘടനാപരമായ സംഘടനയെ കൂടുതൽ ചലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഉള്ള ആൾക്ക് ഉണ്ടായിരുന്ന ഇപ്പൊ ഒരാൾ KPCC പ്രസിഡന്റ് തുടരുന്നു, അദ്ദേഹത്തിന് മാറ്റി പകരം വേറൊരാൾ വരുമ്പോൾ ആ ആൾ കുറച്ചുകൂടെ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുന്ന സാഹചര്യം വരും. അത് ഏത് സ്ഥാനത്തേക്ക് അങ്ങനെയാണല്ലോ. ഒരു പുതിയ ഒരാൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ ചില ആശയങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരു ഗുണം കോൺഗ്രസിന് കിട്ടുവാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അത് ഇതുകൊണ്ട് KPCC പ്രസിഡന്റിനെ മാറ്റണം എന്ന് യാതൊരു തരത്തിലുള്ള ആവശ്യം കേരളത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഒരാൾ പോലും സുധാകരനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അതിന്റെ പിന്നിൽ ഒരു പക്ഷേ നേതാക്കൾക്കിടയിലെ ഉള്ള അഭിപ്രായ ഭിന്നതയൊക്കെ ആയിരിക്കും. സുധാകരൻ തുടർന്നാൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ആര് വരുന്നു എന്നുള്ളതിനെ കുറിച്ച് തർക്കം ഉന്നയിക്കേണ്ട കാര്യമില്ലല്ലോ. പഴയ കാലത്താണെങ്കിൽ ഈ രണ്ട് ഗ്രൂപ്പാണ്, ഒന്ന് A ഗ്രൂപ്പും ഒന്ന് I ഗ്രൂപ്പും. കരുണാകരനോടും ആന്റണിയോടും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോടും കരുണാകരനോടും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോടും രമേശ് ചെന്നിത്തലയോടും ഒക്കെ സംസാരിച്ചാൽ മതി. ഇപ്പൊ അതല്ല. ഇപ്പൊ അങ്ങനെ ഗ്രൂപ്പില്ല. ഒരു 4-5 പേർക്ക് 4-5 ഗ്രൂപ്പുകളാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഗതി ആയതുകൊണ്ട് ഹൈക്കമാൻഡ് തീരുമാനം എടുക്കാനാണ് സാധ്യത. അത് ചിലപ്പോൾ സുധാകരനോട് ഇനി തുടരാൻ തന്നെ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അടുത്ത കേരള നിയമസഭയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പില് സംഘടനയെ കൂടുതൽ ചലിപ്പിക്കാൻ പുതിയൊരാൾക്ക് പറ്റുമോ എന്നൊരു പരീക്ഷണത്തിന് മുതിരാൻ ഹൈക്കമാൻഡ് ചിലപ്പോൾ തയ്യാറായേക്കും. അത് പരീക്ഷണത്തിന് മുതിരുകയാണ്. KPCC പ്രസിഡന്റായിട്ട് ഒരാളെ വെച്ചുകൊണ്ട് കോൺഗ്രസ് ജയിക്കില്ല. അത് കോൺഗ്രസ് ജയിക്കണമെങ്കിൽ അടിസ്ഥാന ഘടകങ്ങൾ ഒരുപാട് മാറ്റം വരുത്തേണ്ടതുണ്ട്. അത് KPCC പ്രസിഡന്റിന് മാത്രമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യവുമല്ല. അതിനിപ്പോ സുധാകരൻ തുടർന്നാലും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. നാളെ വേറൊരാൾ വന്നാലും അത് അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. ചെയ്തില്ലെങ്കിൽ ആ KPCC പ്രസിഡന്റിന് കഷ്ടകാലമായിരിക്കും. അപ്പൊ അതുകൊണ്ട് KPCC പ്രസിഡന്റിനെ മാറ്റുന്നത് തെരഞ്ഞെടുപ്പ് ജയിക്കാനാണെന്നുള്ള ധ്വനി വരുത്തുന്നത് ശരിയല്ല. സംഘടനാപരമായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം അങ്ങനെ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു, വളരെ നന്ദി സാർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.